അള്ളാന്റെ പ്രവാചകനോട് വെല്ലുവിളിക്കാൻ ഖുർആൻ എന്താ ആവശ്യപ്പെട്ടത്? നിങ്ങൾ പടച്ചവന് പുറമെ വിളിച്ചു തേടുന്ന ഏതൊക്കെ പങ്കാളികളുണ്ടോ തേടിക്കോ, എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചോ, കാത്തുക്കണ്ടാണ്. അന്തേ പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ഏതു ശക്തിയോട് തേടിയാലും ആ തേട്ടത്തിന് ഫലമില്ല, ഷിർക്കിന് ഫലമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്നു ഷിർക്കിന് ഫലം ലഭിക്കും എന്നാണ് ഈ ടീം സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കാലം തേടുന്ന ഇസ്ലാഹ്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് നമ്മൾ. കാലാകാലങ്ങളിൽ ദീനിൻ്റെ മേഖലയിൽ, മതത്തിൻ്റെ മേഖലയിൽ, സമൂഹത്തിൽ പോരായ്മകളുണ്ടായപ്പോൾ, അല്ലെങ്കിൽ അതിൽ കൂട്ടിക്കടത്തലുകളോ കേടുവരുത്തലുകളോ ഉണ്ടായപ്പോൾ അതിനൊക്കെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി പരിഷ്കർത്താക്കൾ വന്നിട്ടുണ്ട്. ഇപ്പം ഈ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള ചില ഇസ്ലാഹുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നത് പ്രമാണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, രണ്ടാണ് പ്രവാചകൻ്റെ സുന്നത്ത്. അതാണ് സലഫുകൾ സ്വീകരിച്ച രീതി. സലഫികളല്ല, സലഫുകൾ. അത് ഫത്ഹുൽ ബാരി തന്നെ കിതാബു സുന്നയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള സലഫുകളിൽപ്പെട്ട മഹാരഥന്മാർ അവർ അവരുടെ കീഴിലുള്ള ആളുകൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം, പ്രത്യേകിച്ചും ഷുറൈഹിനെ പോലെയുള്ള ഗവർണർമാർക്കോ ജഡ്ജിമാർക്കോ അവർ കൊടുത്ത നിർദ്ദേശം, നിന്റെ മുമ്പിൽ വല്ല പ്രശ്നവും വന്നാൽ അള്ളാഹുവിൻ്റെ കിതാബിലുണ്ടോ എന്ന് നോക്കണം. അള്ളാഹുവിൻ്റെ കിതാബിലുണ്ടോ എന്ന് നോക്കുകയല്ലാതെ വേറെ ആരോടും നീ ചോദിക്കരുത്. വലാ തസ്അൽ അൻഹു അഹദൻ എന്ന ആ പ്രശ്നത്തെക്കുറിച്ച് ആരോടും ചോദിക്കരുത്. ഖുർആനിലുണ്ടോ? ആ ഖുർആനിലുള്ളതനുസരിച്ച് തീരുമാനം പറയണം. ഇനി ഖുർആനിൽ കണ്ടില്ലേ, ഫത്തബിഉ സുന്നത്ത റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ നീ പിന്തുടരണം. ആ സുന്നത്തനുസരിച്ചാണ് നീ തീരുമാനം പറയേണ്ടത്. അവിടെയും പ്രശ്നപരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഫജ്തഹിദ്, നീ ഇജ്തിഹാദ് നടത്തിക്കോ. അഥവാ അനുബന്ധ പ്രമാണങ്ങളായ ഇജ്മാഇനെയും ഖിയാസിനെയും നിനക്ക് അവലംബിക്കാം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഖുർആൻ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണം സുന്നത്ത്, അനുബന്ധ പ്രമാണങ്ങളായി സ്ഥിരപ്പെട്ട ഇജ്മാഉം ഖിയാസും. ആ രീതിയിൽ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും ആദർശങ്ങളെയും രൂപപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ മാർഗം. അത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നോക്കൂ, ഇസ്ലാമിൻ്റെ ആദർശം എന്താണ്? ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതാണ്. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം. ഈ അടിസ്ഥാന ആദർശത്തിൽ ഇയ്യാക നഅ്ബുദു എന്നതിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും മുജാഹിദുകൾക്കിടയിലില്ല. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ആരാധന എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തു ഓഫറിലെ 60-ാമത്തെ വചനം, അവിടെ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരി. ആയത്തിൻ്റെ 1-ാം ഭാഗത്തിൽ ദുആ എന്ന് പറഞ്ഞതിന് 2-ാം ഭാഗത്തിൽ ഇബാദത്ത് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇബാദത്ത് എന്താണ് എന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചു. സൂറത്തു അഹ്കാഫിലെ 5-6 വചനങ്ങൾ എടുത്തു നോക്കിയാൽ 5-ാം വചനത്തിൽ 2 പ്രാവശ്യം ദുആ എന്ന് പറഞ്ഞതിന് 6-ാമത്തെ വചനത്തിൽ ഇബാദത്ത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ.
2 പ്രാവശ്യം ദുആ എന്ന് പറഞ്ഞു. ആ ദുആഇനെ 6-ാമത്തെ വചനത്തിൽ വിശദീകരിച്ചത് ഇബാദത്ത് എന്നാണ്. വൈദാ ഹുശിറന്നാസ് കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ. ഫഅദ്ദുആ ഹുവൽ ഇബാദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം, പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. അപ്പം ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നതാണ് എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിലില്ല. എന്നാൽ ആ അടിസ്ഥാന ആദർശത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് നേരത്തെ സൂചിപ്പിച്ച വിഭാഗം അഥവാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടത്തിക്കൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ടീം ഇന്ന് അവർ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഇസ്ലാഹ് എന്ന അവരുടെ പേരിൻ്റെ കൂടെയില്ല, സലഫി എന്ന അവരുടെ പേരിൻ്റെ കൂടെയില്ല, മുജാഹിദ് എന്നും അവരുടെ പേരിൻ്റെ കൂടെയില്ല. പേരിൻ്റെ കൂടെ പോലും ഇസ്ലാഹ് ചേർക്കാൻ മടിക്കുന്ന ആളുകൾ അവരാണ് ഞങ്ങളാണ് ഇസ്ലാഹ് നടത്തുന്നത് എന്ന് ഇന്ന് പലപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിഭാഗം, നവയാഥാസ്ഥികരായിട്ടുള്ള ആ വിഭാഗം വഇയ്യാക നസ്തഈൻ എന്നിടത്ത് ചില കൂട്ടിക്കടത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അവിടെ ഈ കാലഘട്ടം ഇസ്ലാഹ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ എന്താണ് കൃത്യമായിട്ടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനത്തിനുണ്ട്. നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. അവിടെ ഏതാണ് ആ സഹായത്തേട്ടം? മനുഷ്യ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടമാണോ ഉദ്ദേശിച്ചത്? അതല്ല, സൃഷ്ടികളുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ള സഹായത്തേട്ടമാണോ? നവയാഥാസ്ഥികർ പറയുന്നത് ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൃഷ്ടികൾക്കപ്പുറത്തുള്ള സഹായത്തേട്ടം, അഥവാ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം പടച്ചവനെ നിന്നോട് മാത്രമേ ഞങ്ങൾ തേടുകയുള്ളൂ എന്ന. എന്തിനാണ് അങ്ങനെ ചില ഒരു കടത്തിക്കൂട്ടൽ അവിടെ കൊണ്ടുവന്നത്? അതവർ 2007 വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. 2007 ജബ്ബാർ മൗലവി ഒരു പ്രസിദ്ധീകരണത്തിൽ വിശദീകരിച്ചത്, വിജനപ്രദേശത്തെത്തിപ്പെട്ടൊരു മനുഷ്യൻ വഴിയറിയാതെ ഉഴലുമ്പോൾ ഈ പ്രദേശത്തുള്ള ജിന്ന്, മലക്ക്, മനുഷ്യൻ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് നനച്ച് അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അതിൽ ഷിർക്കില്ല എന്ന് അന്ന് എഴുതി വച്ചിട്ടുണ്ട്. അഥവാ വിജനപ്രദേശം, ജനങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെത്തിയാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നോ മലക്കോ എന്നെ സഹായിക്കുമെന്ന് നനച്ച് യാ ഇബാദല്ലാഹ് അഈനുനി, അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചു തേടിയാൽ അതിൽ ഷിർക്കില്ല എന്നാണ് അന്ന് ജബ്ബാർ സുല്ലമി എഴുതി വച്ചത്. അതിൻ്റെ തുടർച്ച ഇന്ന് ഒരു പുതിയ രീതിയിൽ അതിനെ പുതിയ കുപ്പിയിലാക്കിയിട്ടുണ്ട് ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ. എന്താണ് അത് പുതിയ കുപ്പിയിൽ എങ്ങനെയാക്കിയിട്ടുള്ളത്? ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവരോട് ചോദിച്ചാൽ അതിൽ ഷിർക്കില്ല എന്ന്. ജിന്നുകൾക്കും മലക്കുകൾക്കുമൊക്കെ നൽകപ്പെട്ട ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്ന് അവരോട് ഒരു മനുഷ്യൻ ചോദിച്ചാൽ എന്തില്ല, അതിൽ ഷിർക്കില്ല എന്ന വാദം. അവിടെയാണ് അത് കടത്തിക്കൂട്ടുന്നതിന് വേണ്ടിയാണ് അവർ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം നിന്നോട് മാത്രമേ തേടുകയുള്ളൂ എന്ന് പറയുന്നതിനു പകരം സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം പടച്ചവനെ നിന്നോട് മാത്രമേ തേടുകയുള്ളൂ എന്നതിലേക്ക് ഇത് കൊണ്ടുവന്നത്. ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ എന്താ? സൂറത്തു ജിന്നിൽ 6-ാമത്തെ വചനം നമുക്കൊക്കെ അറിയാം, വളരെ പ്രസിദ്ധമാണ്, നമ്മളൊക്കെ വായിച്ചതാണ്, പഠിച്ചതാണ്. വന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ഫസാദൂഹും റഹഖാ. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന അവസ്ഥയാണ്. അഥവാ മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകളോട് സഹായം തേടി
നേരത്തെ പറഞ്ഞതുപോലെ വിജനപ്രദേശത്തെത്തിയാൽ ആ പ്രദേശത്തിലെ ജിന്നുകളുടെ നേതാവെന്ന് അവർ വിചാരിക്കുന്ന ആളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ ഇതിലെ പോകുന്നുണ്ട്, ഞങ്ങളെ കാക്കേണമേ എന്ന് തേടിയിരുന്നു എന്ന ആ തേട്ടത്തെ മുഫസ്സിറുകൾ പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ഷിർക്കാണ് എന്ന. ഫസാദുഹും റഹക്ക, അത് അവർക്ക് അഹങ്കാരത്തെ വർദ്ധിപ്പിച്ചു എന്നും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജിന്നുകളോടുള്ള സഹായത്തേട്ടം അത് പൂർണ്ണമായി ഷിർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സലാം സുല്ലമി എഴുതി എന്നതാണ് ഏറ്റവും വലിയ അപവാദം. ജിന്നുകളോട് സഹായം തേടുന്നത് തന്നെ ഷിർക്കാണ് എന്ന് സലാം സുല്ലമി എഴുതിയെന്ന. സലാം സുല്ലമി എഴുതിയത് അത് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, ഇവർ സലഫികൾ എന്ന് പറയപ്പെടുന്ന നേതാക്കന്മാരുടെയൊക്കെ ഫത്വകൾ ഇസ്തിആനത്തു ബിൽ ജിന്ന് അല്ലെങ്കിൽ അൽ ഇസ്തിഗാസത്തു ബിൽ ജിന്ന്, ഉസൈമീന്റെ ഫത്വ എടുത്തു നോക്കാം, അല്ലെങ്കിൽ ഇബ്നു ബാസിന്റെ ഫത്വ എടുത്തു നോക്കാം. ആ ഫത്വകളിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള സഹായത്തേട്ടം അത് ഷിർക്കാണ് എന്നാണ്. ജിന്നുകളോട് സഹായം തേടുന്നത് അവർക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നാണെങ്കിലും അല്ലാതെയാണെങ്കിലും അത് ഷിർക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അടിസ്ഥാന പ്രമാണം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുതന്നെയാണ് ഇവർ അംഗീകരിക്കുന്ന ശൈഖന്മാരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? ഈ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നു. അതേ രീതിയിൽ തന്നെ മലക്കുകളോടുള്ള സഹായത്തേട്ടം നമുക്കറിയാം. മലക്കുകളെ കുറിച്ച്, മലക്കുകൾ അള്ളാഹുവിൻ്റെ പ്രത്യേക അടിമകളാണ്. അവർ തന്നെ പറഞ്ഞത് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. പടച്ചവനെ, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ മറ്റൊരറിവും ഞങ്ങൾക്കില്ല. സ്വതന്ത്രമായി ഒരറിവുമില്ലാത്തവരാണ് മലക്കുകൾ. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ചല്ലാതെ ഒന്നും പ്രവർത്തിക്കാൻ അവർക്ക് സാധ്യമല്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുകയില്ല. അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അതവർ ചെയ്യും. അതുകൊണ്ട് തന്നെ മലക്കുകളിലൂടെ അള്ളാഹുവാണ് സഹായിക്കുന്നത്. അതല്ലാതെ മലക്കുകൾക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മലക്കുകളോട് ചോദിച്ചാൽ ഒരിക്കലും അവർ നമ്മെ സഹായിക്കുകയില്ല. ആ സഹായത്തേട്ടം ഷിർക്കാണ്. സൂറത്തു ഫാത്തിറിലെ 12-13 വചനങ്ങൾ, 5 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. 12-ാം വചനത്തിന്റെ അവസാനത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതിനു ശേഷം അള്ളാഹ് എടുത്തു പറഞ്ഞു, ഈ റബ്ബിനു പുറമെ ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ഇവനാണ് നിങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ആരാധ്യൻ. എന്നാൽ ഫല്ലദീന തദ്ഉന മിൻ ദൂനിഹി, ഈ റബ്ബിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഈ ആയത്തിന്റെ പരിധിയിൽ ജിന്ന് പെടും, മലക്ക് പെടും, ഉസൈർ അലൈഹിസ്സലാം പെടും, ഈസാ അലൈഹിസ്സലാം പെടും, അമ്പിയാക്കൾ പെടും, ഔലിയാക്കൾ പെടുമെന്ന് മുഫസ്സിറുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? പടച്ചവനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ഒരു ശക്തിയും ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താൻ കഴിവില്ലാത്തവരാണ്. രണ്ടാമത്, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് വിളിച്ചു തേടിയാൽ അവർ നിങ്ങളുടെ തേട്ടം കേൾക്കില്ല. 3, വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടാലും നിങ്ങളുടെ സഹായത്തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. 4, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും. അമ്പിയാക്കളോടാവട്ടെ, ഔലിയാക്കളോടാവട്ടെ, മഹാന്മാരോടോ മുനിമാരോടോ മഹർഷിമാരോടോ ജിന്നുകളോടോ മലക്കുകളോടോ ഉള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. 5-മതായി അള്ളാഹു അവിടെ പഠിപ്പിച്ചത് ഈ വിവരം നിന്നെ ബോധ്യപ്പെടുത്തുന്നത് പടച്ച തമ്പുരാനാണ് എന്ന്. അപ്പൊ ജിന്നുകൾക്കോ മലക്കുകൾക്കോ നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചാലും ആ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അത് ഷിർക്കാണ്, റബ്ബ് പഠിപ്പിച്ചു തന്നതാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം. എന്നാൽ ആ ആദർശത്തിൽ വെള്ളം ചേർക്കുകയും എന്നിട്ട് അവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ല,
ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല. എന്നിട്ട് ഇയ്യാക നസ്തഈൻ എന്നിടത്ത് അർത്ഥം മാറ്റുകയും ചെയ്തു. പടച്ചവനെ, മനുഷ്യ കഴിവിനപ്പുറത്തുള്ള എല്ലാ സഹായത്തേട്ടവും നിന്നോട് മാത്രമേ ഞങ്ങൾ തേടുകയുള്ളൂ എന്നതിനു പകരം സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം അതാണ് അള്ളാഹിനോട് നടത്തേണ്ടത് എന്നിടത്തേക്ക് അവർ കൊണ്ടെത്തിച്ച്. നോക്ക് നിങ്ങൾ, സന്നിഗ്ധ ഘട്ടത്തിൽ പ്രവാചകൻ സൃഷ്ടികളോട് തേടിയിട്ടുണ്ടോ? ബദറിന്റെ രംഗം ആലോചിച്ചു നോക്ക്. മനുഷ്യ കഴിവിൽപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി. 300 ചില്ലാനം സൈന്യമുണ്ട്, അല്പം ആയുധമുണ്ട്, കുറച്ച് ഭക്ഷണമുണ്ട്. യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി വെള്ളമുള്ള ഏരിയ മുസ്ലിങ്ങളുടെ കീഴിലാക്കി. മനുഷ്യ കഴിവിൽപ്പെട്ടത് മുഴുവൻ ഒരുക്കി. ഇനി എന്ത്? പ്രവാചകൻ ആലോചിച്ചോ? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വരാറുണ്ട്. മീകായിലിനെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമയുടെ ശക്തിയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന പ്രവാചകൻ ചിന്തിച്ചോ? ആ മലക്ക് ജിബ്രീലിന് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ആ മലക്കിനോടൊന്ന് ചോദിക്കാമെന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. പ്രവാചകൻ ചോദിച്ചില്ല. അമ്പിയാക്കളും ഔലിയാക്കളും ഉണ്ട്, അവരോട് ചോദിക്കാം. പ്രവാചകൻ ചിന്തിച്ചോ? ചിന്തിച്ചില്ല. പ്രവാചകന്റെ ചുറ്റിലും വന്ന് വിശുദ്ധ ഖുർആൻ കേട്ടുപോയ ജിന്നുവർഗമുണ്ട്. സൂറത്തു അഹ്ഖാഫിൽ ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വൈദ് സ്വറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്ന്, ഒരു സംഘം ജിന്നുകളെ നിന്റെ അടുക്കലേക്ക് നാം തിരിച്ചുവിട്ടു. അവർ ഖുർആൻ കേട്ടു, അവരുടെ സമൂഹത്തിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് ആ സമൂഹത്തെ അവർ പ്രബോധനം നടത്തി. അവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്. ഇത് വഹീ മുഖേന പ്രവാചകൻ അള്ളാഹ് അറിയിച്ചു കൊടുത്തു. എന്നാൽ പ്രവാചകൻ ആലോചിച്ചോ? ഈ ജിന്നു വർഗത്തിന് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ബദറിന്റെ രണാങ്കണത്തിൽ അവരോടൊന്ന് ചോദിക്കാം. സന്നിഗ്ധ ഘട്ടത്തിൽ പ്രവാചകൻ ചോദിച്ചില്ല. പിന്നെ ആരോട് ചോദിച്ചു പ്രവാചകൻ? ആകാശത്തിലേക്ക് കൈയുയർത്തി കക്ഷം വെളിപ്പെടുന്ന വിധത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ വലൻ തുഅബദ ഫിൽ അർളി അബദ. പടച്ചവനെ, ഈ ചെറിയ സംഘത്തെ നീ ഇവിടെ നശിപ്പിച്ചാൽ നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഈ ഭൂമുഖത്തുണ്ടാവില്ല. പ്രവാചകന്റെ ആശങ്ക അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകം മനസ്സിലാക്കണം, ജിന്നുകളും മലക്കുകളും അന്നുമുണ്ട്. അവർക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ആ മലക്കിനോടോ ജിന്നുകളോടോ ചോദിക്കാമെന്ന് പ്രവാചകൻ ചിന്തിച്ചില്ല, ചോദിച്ചില്ല. എന്തേ കാരണം? പരിശുദ്ധ ഖുർആൻ ഉറപ്പിച്ചു തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ശിർക്കാണ് എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് കൈയുയർത്തി. അള്ളാഹ് ജവാബ് നൽകി. സൂറത്തു അൻഫാലിലെ 9-ാമത്തെ വചനത്തിൽ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇദു തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം, ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, ഇദു തസ്തഗീസൂന റബ്ബക്കും, ഇസ്തിആനത്ത് നടത്തിയ സന്ദർഭം, വഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ അർത്ഥമാണത്. പടച്ചവനെ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവ് അവസാനിച്ചിടത്ത് പിന്നെ റബ്ബേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ആ സഹായത്തേട്ടം അള്ള കേട്ടു, അള്ള ഉത്തരം നൽകി. എന്താ ഉത്തരം നൽകിയത്? അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും, ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന മലക്കുകളിലൂടെ ഞാൻ നിങ്ങളെ സഹായിക്കും. ആരാ സഹായിച്ചത്? മലക്കുകളാണോ സഹായിച്ചത്? അല്ല പറയാ, അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും, ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന മലക്കുകളിലൂടെ. മലക്കുകളിലൂടെ അള്ളാഹു സഹായിച്ചു. പലപ്പോഴും ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ആളുകൾ ചോദിക്കാറുള്ളത്, ബദറിൽ മലക്കിറങ്ങിയില്ലേ, മലക്കിനോട് സഹായം ചോദിച്ചില്ലേ, മലക്ക് സഹായിച്ചില്ലേ എന്ന സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. ബദറിൽ മലക്കുകൾ ഇറങ്ങി വസ്തുതയാണ്. പക്ഷേ ആരാണ് സഹായിച്ചത് മലക്കുകളിലൂടെ? അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിച്ചു. മലക്കുകളിലൂടെ അള്ളാഹു സഹായിച്ചു. എപ്പോഴ്? അള്ളാഹുവിനോട് ചോദിച്ചപ്പോഴ്. മലക്കുകൾക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് മലക്കുകളോട് പ്രവാചകൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചോദ്യമാവാമെന്ന്
ഇസ്ലാമിൻ്റെ ആദർശരംഗത്ത്, വിശ്വാസരംഗത്ത് ഷിർക്കൻ ആശയങ്ങൾ കടത്തിവിടുമ്പോൾ അവിടെ കാലം ഇസ്ലാഹ് നമ്മോട് ആവശ്യപ്പെടുന്നു. ആ കാലം തേടുന്ന ഇസ്ലാഹ് സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇനി ഇങ്ങനെ ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഷിർക്കൻ ആശയങ്ങൾ സമൂഹത്തിൽ തുടരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയും തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് ഇവർ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് എന്ന്. കൃത്യമായ പ്രമാണങ്ങളെ തള്ളിക്കളയുന്ന ആളുകളാണ് മറ്റുള്ളവർക്കെതിരെ ആക്ഷേപമുന്നയിക്കുന്നവർ. ബുദ്ധിക്കനുസരിച്ച് അവർ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നു. ബുദ്ധിക്കനുസരിച്ചല്ല പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നത്, മറിച്ച് പ്രമാണത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഖുർആനിനെ വിശദീകരിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലാണ് പിന്നീട് സുന്നത്ത് കൊണ്ട് എന്ത് ചെയ്യേണ്ടത്, വിശദീകരിക്കേണ്ടത്. അവിടെയും സാധ്യമായിട്ടില്ലെങ്കിലാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലേക്ക് വരേണ്ടത്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, പ്രമാണം, അടിസ്ഥാന പ്രമാണം പരിശുദ്ധ ഖുർആൻ. ഖുർആനിൽ ഉണ്ട് എന്ന് പറയുമ്പം ഇപ്പുറത്ത് കിതാബ് എടുത്തൊക്കെയാണ്, ഇന്ന ശൈഖ് കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഭാഗത്തിന്, ഒരു ഹർഫിന് കിടപിടിക്കാൻ ലോകത്തുള്ള മുഴുവൻ കിതാബുകൾ അട്ടിക്ക് വച്ചാലും അത് സമമായി തീരുകയില്ല. അള്ളാഹുവിൻ്റെ കലാം, അതാണ് ഒന്നാമത്തെ പ്രമാണം. ആ പരിശുദ്ധ കലാം എന്താ പറഞ്ഞത്? ഷിർക്കിന് ഫലമില്ല എന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ നേരത്തെ നമ്മൾ വായിച്ച ആയത്തു തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ അവരോട് തേടിയാൽ കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യൂല, ഷിർക്കിനെ അവർ നിഷേധിക്കും പരലോകത്തിലെത്തുമ്പോൾ. വളരെ കൃത്യമാണ്, ഷിർക്കിന് ഫലമില്ല. ഇനിയും എത്രയോ ആയത്തുകൾ. സൂറത്ത് അഅറാഫിലെ 194 വചനം പരിശോധിച്ച് നോക്ക് നിങ്ങൾ. അവിടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി രേഖപ്പെടുത്തി ഷിർക്കിന് ഫലമില്ല എന്നത്. പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള അടിമകളാ. എന്താ നിങ്ങളെപ്പോലുള്ള അടിമകളാണെന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് പുറമെ മനുഷ്യരെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ നിങ്ങളെപ്പോലുള്ള അടിമകളാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവുകൾക്ക് പരിധിയും പരിമിതിയും ഉള്ളതുപോലെ അവരുടെ കഴിവുകൾക്കും എന്തുണ്ട്? പരിധിയും പരിമിതിയുമുണ്ട്. നിങ്ങളെപ്പോലെയുള്ള അടിമകളാണവർ. എന്നിട്ട് ഖുർആൻ വെല്ലുവിളിച്ചു, ഫദ്ഉഹും, നിങ്ങൾ അവരോട് വിളിച്ചു തേടുക, ഫല്യസ്തജീബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. നോക്ക് നിങ്ങൾ, ഫദ്ഉഹും, നിങ്ങൾ അവരോട് വിളിച്ചു തേടി. ഷിർക്ക് ചെയ്യാൻ അള്ളാഹ് പ്രോത്സാഹിപ്പിക്കുകയാണോ? അല്ല. പിന്നെ ഷിർക്കിന് ഫലമുണ്ട് എന്നു പറഞ്ഞവരെ ഖുർആൻ വെല്ലുവിളിക്കുന്നു. വിളിച്ചു തേടി നിങ്ങൾ അവരെ. അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ആരോടോ, ജിന്നിനോടോ മലക്കിനോടോ വിളിച്ചു തേട്. ഫദ്ഉഹും ഫല്യസ്തജീബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യൂല, സാധ്യമല്ല, ഷിർക്കിന് ഫലമില്ല. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നവ സത്യമാണെങ്കിൽ. കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടാണ് അടുത്ത ആയത്ത്. അലഹും അർജുലും യംശൂന ബിഹ, നടന്നു വന്ന് നിങ്ങളെ സഹായിക്കാൻ പറ്റിയ കാലവർക്കുണ്ടോ? അം ലഹും ഐദിൻ യബ്തിശൂന ബിഹ, കൈകൊണ്ട് പിടിച്ചു സഹായിക്കാൻ പറ്റിയ കൈകൾ അവർക്കുണ്ടോ? അം ലഹും അയ്യുനും യുബ്സിറൂന ബിഹ, കണ്ടു സഹായിക്കാൻ പറ്റിയ കണ്ണുണ്ടോ അവർക്ക്? അം ലഹും ആദാനും യസ്മഊന ബിഹ, കേട്ടു സഹായിക്കാൻ പറ്റിയ കാതുകളുണ്ടോ അവർക്ക്? നിങ്ങളുടെ തേട്ടം കണ്ടു സഹായിക്കാൻ കണ്ണോ, കേട്ടു സഹായിക്കാൻ പറ്റിയ കാതുകളോ, നടന്നു വന്ന് സഹായിക്കാൻ പറ്റിയ കാലുകളോ, പിടിച്ചു സഹായിക്കാൻ പറ്റിയ കൈകളുണ്ടോ? ഇല്ല. ശരി, എങ്കിൽ പ്രവാചകൻ നടത്തിയ വെല്ലുവിളി, കുലിദൂ ശുറക്കാഅക്കും, കുൽ, പ്രവാചകരെ പ്രഖ്യാപിക്കുക, വെല്ലുവിളിക്കുക, ഉദൂ ശുറക്കാഅക്കും, നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പങ്കാളികളെയും വിളിച്ചു ചേർത്തിക്കൊള്ളുക. എല്ലാവരും വിളിച്ചോ. പടച്ചവന് പുറമെ ആരോടൊക്കെ നിങ്ങൾ വിളിച്ചു തേടിയിട്ടുണ്ടോ? അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, മുനിമാർ, മഹർഷിമാർ, ദിവ്യന്മാർ, സിദ്ധന്മാർ, ബാവമാർ, ബീവിമാർ, ജിന്നുകൾ, മലക്കുകൾ, കല്ല്, മുരട്, മൂർഖൻ പാമ്പ് മുതൽ കാഞ്ഞിരക്കുറ്റി വരെയുള്ളവർ എല്ലാരും വിളിച്ചു തേടിക്കോ. കുലിദൂ ശുറക്കാഅക്കും, എന്നിട്ട് സുമ്മക്കീദൂനി, പിന്നെ എനിക്കെതിരെ നിങ്ങൾ കുതന്ത്രം പ്രയോഗിക്കുക. ഫലാ തുള്ളിറൂൻ, സാവകാശം വേണ്ട. ഈ വെല്ലുവിളി ലോകാവസാനം വരെ നിലനിൽക്കണമെന്നതാണ് മുജാഹിദുകൾ ആഗ്രഹിക്കുന്നത്, മർക്കസു താഴ്വ ആഗ്രഹിക്കുന്നത്. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ ഈ വെല്ലുവിളി അത് തകർന്നു അമ്പെ തരിപ്പണമായി എന്നതാണ്
നവയാഥാസ്ഥികർ ഇത് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. എന്തേ? പ്രവാചകൻ ഈ വെല്ലുവിളി നടത്തി. പടച്ചവന് പുറമെ നിങ്ങൾ ആരൊക്കെ വിളിച്ചു തേടുണ്ടോ, തേടിയിട്ട് എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, സാവകാശം വേണ്ട. അങ്ങനെയാണ് ലബീദ് ബിൻ അഴ്സം എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നത്. മൂപ്പർ ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്ത് ഷെയ്ത്താനെ തൃപ്തിപ്പെടുത്തിയിട്ട് പ്രവാചകന്റെ കുറച്ച് മുടിയും പ്രവാചകൻ മുടി ചീകാൻ ഉപയോഗിച്ച ചീർപ്പിന്റെ പല്ലും ഈത്തപ്പനയുടെ ഉണങ്ങിയ ഒരു കുലത്തണ്ടുമെടുത്ത് ഗർവാൻ എന്ന കിണറ്റിൽ കൊണ്ടുപോയിട്ടപ്പോഴേക്കും പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു. അല്ലെ, ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്ന് തോന്നി. ഈ തോന്നൽ എവിടെ ഉണ്ടാവുക? ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ ചോദിക്കുന്നത് എവിടെ ബുദ്ധിക്ക് കുഴപ്പം പറ്റിയെന്ന് ഹദീസിലൂടെയാണ്. തോന്നൽ എവിടെ ഉണ്ടാവുക? പ്രവാചകന്റെ ബുദ്ധിക്ക്. ശൈത്താനെ ഉപയോഗിച്ചു. അള്ളാന്റെ പ്രവാചകനായോണ്ട് വെല്ലുവിളിക്കാൻ ഖുർആൻ എന്താ ആവശ്യപ്പെട്ടത്? നിങ്ങൾ പടച്ചവന് പുറമെ വിളിച്ചു തേടുന്ന ഏതൊക്കെ പങ്കാളികളുണ്ടോ തേടിക്കോ, എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചോ, കാത്തുക്കണ്ടാൻ. അന്തേ? പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ഏതു ശക്തിയോട് തേടിയാലും ആ തേട്ടത്തിന് ഫലമില്ല, ഷിർക്കിന് ഫലമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്നു ഷിർക്കിന് ഫലം ലഭിക്കും എന്നാണ് ഈ ടീം സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഇവിടെ കാലം ഇസ്ലാഹ് ആവശ്യപ്പെടുന്നു. ഷിർക്കിന് ഫലമില്ല എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. സൂറത്ത് ഇസ്രായിലെ 56-ാമത്തെ ആയത്തെടുത്തു നോക്കൂ നിങ്ങൾ. 30-35 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ ബഹുമാന്യനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ആവർത്തിച്ചു പാരായണം ചെയ്ത വചനം, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, പടച്ചവന് പുറമെ നിങ്ങൾ ജൽപ്പിക്കുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ വിളിച്ചു തേടിക്കോ, പക്ഷേ ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ നിങ്ങളുടെ ബാധിച്ച ഒരു പ്രയാസത്തെ നീക്കം ചെയ്യാനോ സാധ്യമല്ല. ഷിർക്കിന് ഫലമില്ല, ഷിർക്കിന് ഫലമില്ല. നിരവധി ആയത്തുകൾ. സൂറത്തുർ റഅദിലെ 14-ാമത്തെ ആയത്തെടുത്തു നോക്ക് നിങ്ങൾ. സൂറത്തുർ റഅദിലെ 14-ാമത്തെ ആയത്തിൽ ലഹു ദഅവത്തുൽ ഹഖ്, പ്രാർത്ഥനക്കർഹൻ പടച്ചവൻ മാത്രമാണ്. എന്നാൽ വല്ലദീന തദഊന മിൻ ദൂനിഹി, ആ റബ്ബിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരുണ്ടല്ലോ, ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു കാര്യത്തിലും അവർ ഉത്തരം ചെയ്യില്ല. ഷിർക്കിന് ഫലമില്ല. ഇത് പറഞ്ഞാൽ തിരിയാത്ത ഈ ടീമിനൊക്കെ പടച്ചവൻ ഉദാഹരണം പറഞ്ഞു. ഇല്ലക്ക ബാസിത്തിക്ക ഫൈലൽ മാ, ടാപ്പിലുള്ള കിണറിലുള്ള ഹൗലിലുള്ള വെള്ളം തൻ്റെ വായയിലെത്തണമെന്ന് വിചാരിച്ച് 2 കൈയും നിവർത്തി പിടിച്ചു നിൽക്കുന്ന ഒരുത്തൻ. എന്തിന്? ലി എബുലു അഫാവു, ആ ജലം തൻ്റെ വായയിലെത്തണമെന്ന് കരുതി. വമാ ഹുവ ബിബാലിഹി, അത് അവൻ്റെ വായയിലെത്തുകയില്ല. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ, സത്യത്തെ നിഷേധിക്കുന്നവരുടെ ദുആ നിരർത്ഥകമാണ്, വഴികേടിലാണ്. ഏറ്റവും വലിയ സത്യം എന്താണ്? ഷിർക്കിന് ഫലമില്ല എന്ന സത്യത്തെ ഇവർ എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. അല്ല, ഷിർക്കിന് ഫലമുണ്ട്. മാരണം ഷിർക്ക, മാരണം ഷിർക്ക. ആ മാരണം ഫലിച്ചു എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നതിലൂടെ, ആ അന്ധവിശ്വാസത്തിലൂടെ സമൂഹത്തെ ഇവരെത്തിക്കുന്നത് എന്താ? ഷിർക്കിന് ഫലം ലഭിക്കും. അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആക്ക് ശൈത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവൻ ഉത്തരം നൽകും, അവൻ സഹായിക്കുമെന്ന വികലമായ തൗഹീദിന് വിരുദ്ധമായ ഷിർക്കിൽ അധിഷ്ഠിതമായ ആദർശവും ആശയവും സമൂഹത്തെ പഠിപ്പിക്കുന്നവർ. നോക്ക് നിങ്ങൾ, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, 3 കാര്യങ്ങൾ ഒരേ ഹദീസിൽ ഉൾപ്പെടുത്തി ഒരേ നേർരേഖയിൽ നിർത്തിയിട്ട് പ്രവാചകൻ ഷിർക്കാണ് എന്ന് പറഞ്ഞു. ഇന്നർ റുഖ വത്തമായിമ വത്തിവലത്ത ഷിർക്കുൻ. ഇന്നർ റുഖ, അല്ലെ, ഉറുക്കെട്ടുക, മന്ത്രിച്ചൂതിക്കെട്ടുക, വത്തമായും ഏലസു കെട്ടുക, അതുപോലെ തന്നെ വത്തിവലത്ത മാരണം, 3 ഷിർക്കുൻ, ഷിർക്കാണ്. 3 ഷിർക്കാണ്. ഇന്നർ റുഖ വത്തമായിമ വത്തിവലത്ത ഷിർക്കുൻ. നിങ്ങൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട എല്ലാ ടീമിനോടും ചോദിച്ചു നോക്കി, നിങ്ങൾ ഉറുക്ക് കെട്ടിയാൽ ഫലം കിട്ടുമെന്ന് വെച്ച് നോക്കി, രോഗം മാറുമെന്ന് വെച്ച് നോക്കി. മാറൂല എന്ന് അവർ പറയും, ഷിർക്കാണത്. ഏലസ് കെട്ടിയാൽ രോഗം മാറുമോ എന്ന് ചോദിച്ചു നോക്കി, ഫലം ഉണ്ടോയെന്ന് വെച്ച് നോക്ക്. ഇല്ല, രോഗം മാറില്ല, ഫലമില്ല, ഷിർക്കാണത്. 3-മത്തെ ചോദിച്ചു നോക്കിയാട്ടെ, തിവലത്ത്
അല്ല കുട്ടി, മരണവും ശിർക്കല്ലേ? മരണത്തിന് ഫലമുണ്ടോ? ചിലർ പറയും എനിക്കറിയില്ല അറിയും. ഇനി ഫലമുണ്ട് അല്ലേ? ഫലമുണ്ടത് ആർക്കാ ഫലം ഉണ്ടായത്? ലോകത്ത് ആർക്കാ മരണം ഫലിച്ചത്? ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകത്താകെ ഈ ശിർക്കൻ മരണം ഫലിച്ചത് നബിക്കാണെന്നും പറയും. 3 കാര്യം ഒരേ സമയത്ത് ഷിർക്കാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ, 2 ഫലമില്ല ഷിർക്കായതുകൊണ്ട്. ഷിർക്കായ മറ്റേതിന് ഫലമുണ്ട്. ഇത് എവിടുന്നാ കിട്ടുക? ഇസ്ലാം വളരെ അടിസ്ഥാനപരമായി ഖണ്ഡിതമായി പറഞ്ഞു ഷിർക്കിന് ഫലമില്ല, ഷിർക്കിന് ഫലമില്ല. അപ്പൊ അവരുടെ പുതിയ വാദം എന്താ? പുതിയ വാദം അതിന് ഞങ്ങൾ ഷിർക്ക് ചെയ്യണില്ലല്ലോ. ഷിർക്കിന് ഫലമുണ്ട്, അഥവാ സിഹിറിന് മാരണത്തിന് ഫലമുണ്ട് എന്നല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, ഞങ്ങൾ ആരും മാരണം ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഒരാൾ പറയാ ബദരീങ്ങളെ കാക്കണേ, മൊഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് ഞാൻ വിളിച്ചു തേടാറില്ല. കാരണം എന്താ? അത് ഷിർക്കാണ്, ഞാൻ വിളിച്ചു തേടൂല. കാരണം അത് ഷിർക്കാ, ഞങ്ങൾ ചെയ്യൂല. മാരണം ഞങ്ങൾ ചെയ്യലില്ല, ഷിർക്കാണ്. അതേ വായ കൊണ്ട് തന്നെ മൊഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പൊർത്ത തങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഫലം കിട്ടൂട്ടോ എന്നും കൂടി ആൾ പറഞ്ഞാലോ അതും ഷിർക്കല്ലേ? ഷിർക്കിന് ഫലമില്ല എന്ന് വിശ്വസിക്കലും തൗഹീദിന്റെ ഭാഗമാണ്. ഇസ്ലാം അടിസ്ഥാനപരമായി എടുത്തു പറഞ്ഞ കാര്യ. അനവധി ആയത്തുകളിൽ സൂറത്തു അഹ്കാഫിലെ നേരത്തെ പറഞ്ഞ ആയത്ത് തന്നെ നോക്കൂ നിങ്ങൾ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ല മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അന്ത്യദിനം വരേക്കും ഉത്തരം ചെയ്യാത്ത ശക്തികളോട് വിളിച്ചു തേടുന്നവനേക്കാൾ പിഴച്ചു പോയവനാരുണ്ട്? ഏറ്റവും വലിയ വഴികേടിൽ അകപ്പെട്ടവൻ അവനാ. യൗമുൽ ഖിയാമ വരെ ഉത്തരം ചെയ്യൂലാണ്. ഷിർക്കിന് ഫലമില്ല. മാത്രമല്ല ഇവരുടെ ദുആഇനെ തൊട്ട് അവർ ഒഫലത്തിലാണ്. ഇനി പരലോകത്ത് ഒരുമിച്ച് കൂട്ടിയാലോ? വൈദാ ഹുശിറന്നാസ് കാനൂ ലഹും അഅദാഅൻ. നാളെ പരലോകത്തിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഇവരൊക്കെ എന്തായിരിക്കും എന്നാ പറഞ്ഞത്? ഈ വിളിച്ചു തേടപ്പെട്ട ശൈത്താൻ അടക്കം വിളിച്ചു തേടിയവരുടെ ശത്രുവായി മാറുന്നു. സൂറത്തു ഇബ്രാഹീമിലെ 22-ാമത്തെ വചനത്തിൽ സാക്ഷാൽ ഇബ്ലീസ് ശൈത്താൻ പരലോകത്ത് വെച്ച് പറയുന്ന വാളിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹീമിലെ സൂറത്ത് ഇബ്രാഹീമിലെ 22-ാമത്തെ വചനം. വഖാല ശൈത്താൻ ലമ്മാ ഖുലിയൽ അംർ. കാര്യം തീരുമാനിക്കപ്പെട്ടാൽ ശൈത്താൻ പറയും, ഈ ടീമിനോട് അന്ന് ശൈത്താൻ പറയും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി, പടച്ചോനും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു, പക്ഷെ ഞാൻ ചെയ്ത വാഗ്ദാനം ഞാനിതാ എന്ത് ചെയ്യുന്നു? ലംഘിക്കുന്നു. ഞാൻ ചെയ്ത വാഗ്ദാനം ഞാനിതാ ലംഘിക്കുകയാണ്. മാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തു ലി. നിങ്ങളുടെ മേൽ എനിക്കൊരധികാരം ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ ക്ഷണിച്ചു തിന്മയിലേക്ക്, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തു എന്നല്ലാതെ നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരധികാരവും മാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഒരധികാരം ഉണ്ടായിരുന്നില്ല. ഈ ടീം പറഞ്ഞത് കേട്ടാലോ? ശൈത്താന് പടച്ചോനെക്കാട്ടിലും വലിയ അധികാരമാണെന്ന. അവിടെ കാലം ഇസ്ലാഹ് ആവശ്യപ്പെടുന്നു. ശൈത്താനായി പരിചയപ്പെടുത്തി കൊടുക്കണം. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ശൈത്താനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയും വിശ്വാസിക്കില്ല. അവൻ ദുർബോധനം നടത്തും. ആ ദുർബോധനത്തിൽ നിന്ന് പടച്ചവനോട് രക്ഷ തേടിയാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഫഇമ്മാ യൻസഅന്നക ശൈത്വാനു നസ്ഉൻ ഫസ്തഈദു ബില്ലാഹ്. വല്ല അസ്വസ്ഥതയും വല്ല ദുർബോധനവും നിന്റെ മനസ്സിൽ ശൈത്താൻ ഇട്ട് തരികയാണെങ്കിൽ അള്ളാഹിനോട് സഹായം തേടിക്കോ. ആ അള്ളാഹ് കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഈ ശൈത്താന് വേറൊരധികാരവും ഇല്ല, ഒരു സുൽത്താനും ഇല്ല. മിൻ സുൽത്താൻ. പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട. വല തലൂമുനി വലൂമു അൻഫുസക്കും. ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാരോടൊക്കെ നാളെ ശൈത്താൻ പറയും, ഇന്നെ ആക്ഷേപിക്കണ്ടട്ടോ, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോളി. മാനബി മുസ്രിഹിക്കും വമാൻ തുമ്പി മുസ്രിഹിയ. നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്കും കഴിയില്ല, നിങ്ങൾ ഇനിയും രക്ഷപ്പെടുത്തൂല. രണ്ടും നടക്കൂല. ഇനി അവസാനം ഇന്നി കഫർത്തു, ഞാൻ നിഷേധിക്കാണ്. ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ. ബിമാ അശ്റക്തുമൂനി,
നിങ്ങൾ എന്നെ പങ്കു ചേർത്തിട്ടുണ്ട് പടച്ച തമ്പുരാനിൽ മിൻ ഖബൽ, ഇതിന്റെ മുമ്പേ ദുനിയാവിൽ വെച്ചിട്ട് ലബീദ് ബിൻ അഴ്സം ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തപ്പോൾ ആ ഷെയ്ത്താൻ സഹായിച്ചു നിങ്ങൾ വേദറിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അനുയായികളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ആ ഷെയ്ത്താൻ സഹായിക്കുമെന്ന്. ആ ശിർക്കിനെ ഞാനിതാ നിഷേധിക്കുന്നു. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ വഇന്നൽ ളാലിമീന, ളാലിമീങ്ങളായ ആളുകൾക്ക്, ഷിർക്ക് ചെയ്ത ആളുകൾക്ക് അദാബുൻ അലീമുണ്ട്, വേദനയേറിയ ശിക്ഷ ഉണ്ട്. ആലോചിച്ച് നോക്കും നിങ്ങൾ. സാക്ഷാൽ ഷെയ്ത്താൻ പോലും പരലോകത്ത് വെച്ചെന്തെയും ഒഴിഞ്ഞു മാറും. അപ്പൊ ഷിർക്കൻ ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് എന്തില്ല, ഫലമില്ല. അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായി ഷിർക്കായിട്ടുള്ള ഒരു കാര്യം അതിന് ഫലമുണ്ട് എന്ന വിശ്വാസവും ഷിർക്കു തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇവർ നമ്മൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്താണ് അറിയോ? കാലത്തിനനുസരിച്ച് മതത്തെ ചെത്തിമിനിക്കുകയാണ് ഇവർ. കാലത്തിനനുസരിച്ച് മതത്തെ ചെത്തിമിനിക്കുകയാണ് ഇവർ. യഥാർത്ഥത്തിൽ കാലഘട്ടം ആവശ്യപ്പെടാത്ത അന്ധവിശ്വാസങ്ങൾ മതത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മറ്റൊരാരോപണം എന്താ അറിയോ? 100 വർഷം കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നേടിയെടുത്ത ആദർശത്തെ തച്ചു തകർക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന്. യഥാർത്ഥത്തിൽ 100 വർഷം കൊണ്ട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്ത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തിരുസുന്നത്ത് കൊണ്ട് ബോധവൽക്കരണം നടത്തി മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസങ്ങളെ ആട്ടിയോടിച്ച ആ അന്ധവിശ്വാസങ്ങളെ പുനരാനയിക്കുകയാണ് ഈ ടീം ചെയ്യുന്നത്. ഇവിടെ കാലം ഇസ്ലാഹ് വീണ്ടും ആവശ്യപ്പെടുന്നു. ആ ഇസ്ലാഹിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അവർ. സ്വന്തം ചിന്തക്കനുസരിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്നു എന്ന, സ്വന്തം ചിന്തക്കനുസരിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ നമ്മൾ വളച്ചൊടിക്കുന്നില്ല, മറിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണം, ഒന്നാം പ്രമാണം പരിശുദ്ധ ഖുർആൻ, ഖുർആൻ കൊണ്ടാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്, സുന്നത്ത് കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതിനൊന്നും സാധ്യമായിട്ടില്ലെങ്കിലാണ് പണ്ഡിതാഭിപ്രായം സ്വീകരിക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി ഖുർആൻ കൊണ്ട് തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വക്കം മൗലവിയെക്കുറിച്ച് PK മൂസ മൗലവി എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ മൂസ മൗലവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാ: അപ്പോൾ അഭൗതിക മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും വിശ്വാസവും പ്രവർത്തികളും തൗഹീദിനെതിരായി ഭവിക്കും, അല്ലെങ്കിൽ ഷിർക്കായിത്തീരുന്നു. ഇതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. PK മൂസ മൗലവി എഴുതിയ ഇതുതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അഭൗതികമായി നമ്മെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഗുണം ചെയ്യാനോ ദോഷം ചെയ്യാനോ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തിക്ക് കഴിയുമെന്ന വിശ്വാസം അത് ഷിർക്കിലേക്കാണ്. ആ ഷിർക്കൻ വിശ്വാസത്തിലേക്കാണ് ഈ നവയാഥാസ്ഥികർ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്ത് ആ ജിന്നുകളുടെ സഹായത്തോടുകൂടി സാഹിർ മാരണക്കാരൻ മാരണം ഫലിപ്പിക്കുമെന്ന അന്ധവിശ്വാസത്തിലൂടെ, അതുപോലെ ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് അവരോട് ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്ന വാദത്തിലൂടെ മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 1 നൂറ്റാണ്ടുകാലമായി സമൂഹത്തെ പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൽ നിന്ന് സമൂഹത്തെ വികലമാക്കി അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ടീം ചെയ്യുന്നത്. അവിടെ കാലം നമ്മോട് ഇസ്ലാഹ് ആവശ്യപ്പെടുന്നു, അവസാനിപ്പിക്കുകയാണ്. ജിന്നും മലക്കും ഭൗതികമാണോ അഭൗതികമാണോ, വൈബിയാണോ അതല്ല വൈബി അല്ലയോ? ഇതാണ് ചർച്ച. നമ്മളുടെ പേരിലുള്ള വലിയൊരു ആരോപണം എന്താ അറിയോ? ജിന്നുകൾക്കും മലക്കുകൾക്കും അഭൗതികമായ കഴിവുണ്ട് എന്ന് ഇവർ വാദിക്കുന്നു. അള്ളാഹ്ക്ക് മാത്രമാണ് അഭൗതികമായ കഴിവുള്ളത് എന്ന്. ആലോചിച്ചോക്ക്, ജിന്നും മലക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി വൈബിയ. എന്താ വൈബി എന്ന് പറഞ്ഞാൽ വഹിയിലൂടെ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. വഹിയില്ലാതെ വൈബിയായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റൂല. സൂര്യൻ വൈബി അല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനപ്പുറം സൂര്യനെ കുറിച്ച് നമുക്കിന്നറിയാം അല്ലെ? ഭൂമി, ചന്ദ്രൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ഗവേഷണങ്ങൾ നടത്തി നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താവുന്നതാണ്. എന്നാൽ ജിന്നുവർഗം ഏതെങ്കിലും ലാബിൽ പരിശോധിച്ചിട്ട്
ചിന്തയോ ബുദ്ധിയോ പഞ്ചേന്ദ്രിയങ്ങളോ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പുതിയ വിവരം ജിന്നുവർഗത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞാട്ടെ ഈ ടീം? പറ്റുമോ? കഴിയില്ല. കാരണം എന്താ? ജിന്നുവർഗം പൂർണ്ണമായി ഗൈബിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. മലക്കുകളും അങ്ങനെ തന്നെ. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു നല്ല കാളക്കുട്ടിയെ അറുത്ത് നല്ല കടായി ഉണ്ടാക്കി വെച്ചു കൊടുത്തു. തിന്നണില്ലേ? അല്ല തേക്കുലും ഞങ്ങൾ തിന്നണില്ലേ? അപ്പൊ അവർ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ അള്ളാന്റെ ദൂതന്മാരാ. മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട മലക്കുകളെ കുറിച്ച് പോലും പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാമയും ലൂത്ത് അലൈഹിസ്സലാമയും അറിഞ്ഞത് അവർ മലക്കുകളാണ് എന്ന് അവർ പറഞ്ഞപ്പോഴാ. പ്രവാചകന്റെ സന്നിധിയിൽ ഈമാനും ഇഹ്സാനും എന്താണ്, ഇസ്ലാമും ഈമാനും എന്താണെന്ന് പഠിപ്പിക്കാൻ വന്ന മനുഷ്യരൂപത്തിലുള്ള ജിബ്രീൽ അലൈഹിസ്സലാമയെ അനുയായികൾ തിരിച്ചറിഞ്ഞത് പ്രവാചകൻ പറഞ്ഞു കൊടുത്തപ്പോഴാ. മറിയം റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മലക്കാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് ആ മലക്കു പറഞ്ഞപ്പോഴാ. ജിന്നു വർഗമാവട്ടെ മലക്കു വർഗമാവട്ടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഗൈബിയാണ്. അത്തരത്തിൽ ഗൈബിയായ ശക്തികളോടുള്ള സഹായത്തേട്ടവും ഗൈബിയാണ്. അത് ശിർക്ക് തന്നെയാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിന് ആ അടിസ്ഥാന ആദർശത്തിന് വിരുദ്ധമാണ് എന്ന തിരിച്ചറിവ് സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ജിന്നുകളിൽ നിന്നും മലക്കുകളിൽ നിന്നും മനുഷ്യരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ, യഥാർത്ഥ വിശ്വാസികളെ അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ആ റബ്ബിൽ ഭരമേൽപ്പിച്ച് ആ റബ്ബിന് ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇസ്ലാഹുകൾ. അള്ളാഹു ഈ കൂട്ടായ്മയിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.